ആനന്ദജീവിതം, അനായാസേന മരണം. മരണത്തിന് ആരോഗ്യമെല്ലാം പോയി കാത്തുകിടക്കേണ്ട കാര്യമൊന്നുമില്ല. രോഗത്തിൽ ജീവിക്കുന്നവർ രോഗത്തിൽ മരിക്കുമ്പോൾ രോഗം കൊണ്ട് മരിക്കുന്നു എന്ന് പറയും. ആരോഗ്യത്തോടെ ജീവിക്കുന്നവർ ആരോഗ്യത്തോടെ മരിക്കും, അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ആരോഗ്യത്തോടെയുള്ളൊരു ജീവിതം, ആനന്ദത്തോടെയുള്ളൊരു ജീവിതം, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തിരിച്ചറിയേണ്ടത് ആദ്യം നമ്മുടെ സ്ട്രക്ചറിനെ തന്നെയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള, ഒരു ജീവി എന്ന നിലയ്ക്കുള്ള ആ സ്ട്രക്ചർ, ആ ഘടനയെ, രൂപത്തെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് 12 സിസ്റ്റമാണ് ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സർക്കുലറി സിസ്റ്റം ഉണ്ട്, അതിനെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്നുകൂടെ പറയും. രക്തത്തിൻ്റെ സഞ്ചാരം, അപ്പോൾ അതിൽ ഹൃദയവും ബ്ലഡ് വെസൽസും ബ്ലഡും. അപ്പോൾ ഈ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ഓക്സിജനെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കാൻ കൊണ്ടു നടക്കുക, ഓക്സിജൻ എല്ലാ കോശങ്ങൾക്കും നൽകുക. പോഷകങ്ങൾ, ശരീര നിർമ്മിതിക്കാവശ്യമുള്ള, ഊർജത്തിനാവശ്യമായ പോഷകങ്ങൾ കൊണ്ടുപോകുക, ഹോർമോൺസിനെ കൊണ്ടുപോകുക. അതേപോലെ ഇതെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്, നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ വലുതാണ്. ആ വേസ്റ്റിനെ നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ, ആ വേസ്റ്റ് കെട്ടിക്കിടന്നാലുണ്ടാകുന്ന പ്രതിസന്ധികൾ, അത് മതി ഒരു ശരീരത്തെ നശിപ്പിക്കാൻ. ഒരു ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന വിഷവാതകങ്ങൾ, കുടിച്ച വെള്ളം കഴുകി ആ വെള്ളത്തിൻ്റെ ജോലികൾ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അശുദ്ധജലം പുറത്തു പോയില്ല എങ്കിലുള്ള വൈഷമ്യങ്ങൾ, കഴിക്കുന്ന ഏറ്റവും ദിവ്യമായ പരിശുദ്ധമായ ഭക്ഷണ സാധനം പോലും ദഹനം കഴിഞ്ഞുണ്ടാകുന്ന വേസ്റ്റ് പുറത്തു പോകുന്നില്ല എങ്കിലുള്ള പ്രയാസം. ഒരു ശരീരത്തിൽ ഒരു നിമിഷം 10 തുടങ്ങി 40 ലക്ഷം കോശങ്ങൾ മരിക്കുന്നുണ്ട്. ആ മരിക്കുന്ന കോശങ്ങളെ പ്രതിരോധ കോശങ്ങളായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. എ ട്രേസ് ഓഫ് പ്രോട്ടീൻ മാത്രമായിട്ട് അതിൻ്റെ ജഡം മലത്തിലൂടെ പുറത്തു പോകുന്നുമുണ്ട്. 37.2 ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത്. കണ്ണായും മൂക്കായും അസ്ഥിയായും എല്ലാം ഇരിക്കുന്നത് ഈ കോശങ്ങളാണ്. അതിൽ നിന്നാണ് ഒരു ദിവസം 50 തുടങ്ങി 70 ബില്യൺ കോശങ്ങളെന്ന നിലയിൽ ചത്തുപോവുകയും പുതിയതുണ്ടാകുകയും ചെയ്യുന്നത്. ഈ ബൃഹത്തായ ഈ സംവിധാനം, ഈ കോശങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത എല്ലാം ഒറ്റ കോശത്തിൽ നിന്നുണ്ടായതാണ്. ബീജകോശം, അണ്ഡകോശം ചേർന്ന് സൈഗോട്ട് ഫോമിൽ വന്ന് അവിടെ നിന്നത് വളർന്ന് പെരുകി ഉണ്ടായ മഹാസംവിധാനമാണ്. ഇപ്പോൾ കണ്ണിൽ കാണാൻ വയ്യാത്ത ഒരു കോശത്തിൽ നിന്ന് ഹൃദയവും കരളും കുടലും ഒക്കെ ഉണ്ടാക്കി, അസ്ഥിയെല്ലാം ഉണ്ടാക്കിയ ഈ അത്ഭുതകരമായ പെരുക്കത്തിന് അതിന് വേണ്ട തിരുത്തലുകൾ, അതിൻ്റെ കേടുതിരുത്തലുകളെല്ലാം അതിൽ തന്നെ ഉള്ളതാണ്, അതിനറിയാവുന്നതാണ്. അതിനനുകൂലമായ, അതിനെ സഹായിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടാക്കി കൊടുത്താൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഈ അടിസ്ഥാന നിയമത്തെ മനസ്സിലാക്കുന്നത് കൊണ്ടും അതിനെ കൂടെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടുമാണ് പ്രകൃതി ജീവനത്തിന് ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഈ ആരോഗ്യം നമ്മൾ നിലനിർത്തേണ്ട ഒരു കാര്യമാണെന്നും ആരോഗ്യത്തിനൊരു കേട് വന്നാൽ, രോഗം വന്നാൽ നമ്മൾ ആ രോഗത്തെ ചികിത്സിച്ച് മാറ്റേണ്ടതാണ് എന്നുമുള്ള ഒരു തെറ്റായ ധാരണ അടിയുറച്ചു പോയൊരു സമൂഹമാണ് നമ്മുടേത്. രോഗം വന്നാൽ ചികിത്സിക്കണം, രോഗം വന്നാൽ മരുന്ന് കഴിക്കണം, രോഗം കണ്ടുപിടിക്കണം. എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്ത രോഗങ്ങളുണ്ട്. അതെല്ലാം ഏത് രോഗമാണ് എന്ന് കണ്ടുപിടിച്ചാലാണ് ചികിത്സിക്കാൻ പറ്റുക.
ആ രോഗത്തെ കണ്ടുപിടിക്കാൻ സ്കാനിങ്ങുകൾ, എക്സ്റേ തുടങ്ങിയിട്ട് നിരവധി മാർഗങ്ങളുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചാലല്ലാതെ ആ രോഗത്തിനുള്ള പ്രത്യേകമായ ചികിത്സ ചെയ്യാൻ സാധിക്കില്ല. അത് കൃത്യമായി കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ് ആ ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സ വിജയിക്കാതെ പോയത്. ഈ ആശുപത്രിയിലെ ഡോക്ടർ അത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ചികിത്സ ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോയ ഇൽ എഡ്യൂക്കേറ്റഡായ വെൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസാണ് നമ്മൾ. രോഗം ഒന്നേ ഉള്ളൂ, ഒറ്റ രോഗമുള്ളൂ. ആരോഗ്യം കുറഞ്ഞു, തകരാറിലായി. ശീലങ്ങളുടെ പ്രത്യേകത കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം വരുന്നത്, കടന്നു കയറുന്നത് ചിലപ്പോൾ പാൻക്രിയാസിൻ്റെ ദൗർബല്യത്തിൽ നിന്നാവാം, ചിലർക്ക് കണ്ണിൽ നിന്നാവാം, ചിലർക്ക് അവരുടെ സെക്ഷൽ ലൈഫിൽ നിന്നാവാം, ചിലർക്ക് ഉദരത്തിൽ നിന്ന് തന്നെയാവാം. അനാരോഗ്യം അനുഭവപ്പെടുന്നതിൻ്റെ തലം മാറിയതുകൊണ്ട് അതിനെ ഓരോരോ രോഗത്തിൻ്റെ പേരിട്ട് വിളിച്ചാൽ, അനാരോഗ്യം കാരണം ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതായാലും, കേൾവി കുറയുന്നതായാലും, ഒച്ച കുറയുന്നതാണെങ്കിലും, ദഹനം ശരിയല്ലാതെ വരുന്നതാണെങ്കിലും, വിസർജനം ശരിയല്ലാതെ വരുന്നതാണെങ്കിലും, എല്ല് വേണ്ട രീതിയിൽ വളർന്ന് പെരുകി ശരിയായി മുന്നോട്ട് പോകാത്തതാണെങ്കിലും, പാൻക്രിയാസ് ശരിക്കും ഇൻസുലിൻ ഉണ്ടാക്കാത്തതാണെങ്കിലും, ഇതിൻ്റെ എല്ലാം കാരണം അനാരോഗ്യമാണ്. അതുകൊണ്ട് രോഗം ഒന്നേ ഉള്ളൂ, ഒറ്റ ചികിത്സ മതി, ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം മതി. ഈ ലളിതമായ സത്യത്തിന് ഒരു തകരാറുള്ളത്, സ്വാഭാവികമായി ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, ഒന്ന് ചിന്തിച്ചാൽ ശരിയെന്ന് തോന്നാനും ചെയ്തു നോക്കിയാൽ ശരിയെന്ന് ബോധ്യപ്പെടാനും ഇടയാക്കുന്ന ഈ സത്യത്തിനൊരു പരാധീനതയുണ്ട്, ബലഹീനതയുണ്ട്, പോരായ്മയുണ്ട്. കാരണം അതുകൊണ്ട് കാശുണ്ടാക്കാൻ പറ്റില്ല, ആരെയും ചൂഷണം ചെയ്യാൻ സാധിക്കില്ല, ആരെയും അടിമയാക്കാൻ സാധിക്കില്ല. ഇന്ന് നമ്മുടെ സമൂഹം അടിമകളുടെ സമൂഹമാണ്. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ പരിഭ്രാന്തിയാണ്. എന്തു ചെയ്യും? അവിടെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ശ്രദ്ധയില്ല, മെഡിക്കൽ കോളേജിൽ മരുന്നില്ല. അടിമകളുടെ വേവലാതിയാണ്. ഞങ്ങൾക്കൊരു വേവലാതിയില്ല. ഇവിടെയുള്ള ആശുപത്രികളിലെ ഡോക്ടർമാർ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നില്ല, മരുന്നുകൾ മാറിപ്പോകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മനോരമയിൽ കിട്ടുന്ന മരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാവർക്കും പേടിയാണിത് വായിച്ചിട്ട്. ഞങ്ങൾക്കൊരു പേടിയില്ല. കാരണം ഇതിൻ്റെ ഒരാവശ്യവും ഇല്ലാത്തതാണ്, ഇത് ഗുണം ചെയ്യാത്തതാണ്, ഇത് നാളെ നിരോധിക്കപ്പെടാൻ പോകുന്ന വിഷങ്ങളാണ്. കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് വളരെ തെറ്റായൊരു സങ്കല്പത്തിൽ ആരോഗ്യത്തെയും രോഗത്തെയും ചികിത്സയെയും സമീപിക്കുന്ന ആ അന്ധവിശ്വാസം സത്യവിശ്വാസമാണ് എന്ന തെറ്റിദ്ധാരണയിൽ അടിയുറച്ചു പോയൊരു സമൂഹമാണ് നമ്മുടേത്. അതിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ പ്രയാസമുണ്ട്, സമയമെടുക്കും. നമ്മൾ മുക്തരാകാൻ ശ്രമിച്ചാൽ നമ്മളുടെ കൂടെയുള്ള ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികൾ സമ്മതിക്കത്തുമില്ല. അതിൽ മറ്റിടത്തുണ്ടാകുന്നതിനേക്കാൾ കുറഞ്ഞ് ചെറിയൊരു പ്രയാസം ഉണ്ടായാൽ പോലും അത് ഭൂകമ്പത്തിനിടയാക്കുകയും ചെയ്യും. അപ്പം ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് 39 ട്രില്യൺ ബാക്ടീരിയകളുടെ സേവനം കൊണ്ട് പ്രതിഫലമിച്ഛിക്കാതെ 39 ട്രില്യൺ ബാക്ടീരിയകൾ പണിയെടുക്കുന്നത് കൊണ്ടാണ് 37.2 ട്രില്യൺ ഹ്യൂമൻ സെല്ലുകളുള്ള നമ്മൾ ജീവിച്ചു പോകുന്നത്, നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത്. ഈ കടപ്പാട് നമ്മുടെ സഹോദരങ്ങളായ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷകരായ, നമ്മുടെ പരിപാലകരായ ബാക്ടീരിയകളോട് കാണിക്കുന്നതിന് പകരം അത് മുഴുവൻ ശത്രുക്കളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. പാഠപുസ്തകങ്ങളിലൂടെ, കച്ചവട വൈദ്യശാസ്ത്രത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് അണുക്കൾ നമ്മുടെ ശത്രുക്കളാണ്, അവയെ കൊല്ലണം. അഹിംസ പരമോധർമ്മ എന്നും ഈശാവാസ്യമിതം സർവം, തന്നെപ്പോൾ സർവപ്രാണിയുമെന്ന്
നിത്യവും പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ പോലും അണുകൊലപാതകികളാക്കിയ തികച്ചും ഭീകരമായ ടെററിസ്റ്റ് വൈദ്യം, തീവ്രവാദി വൈദ്യം, ഭീകരവൈദ്യം. 39 ട്രില്യൺ ബാക്ടീരിയകൾ, 1 ട്രില്യൺ 1 ലക്ഷം കോടി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ ബാക്ടീരിയകളാണ് ഈ ശരീരത്തിൻ്റെ ഭക്ഷണം ദഹിപ്പിക്കുന്നതാണെങ്കിലും അതിനെ മലമായിട്ട് മാറ്റുന്നതാണെങ്കിലും ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നിടത്താണെങ്കിലും ആരും പറയാത്തൊരു കാര്യമാണ് കപ്പർ സെൽസ്. നമ്മുടെ കരളിൻ്റെ കപ്പർ സെല്ലുകളുണ്ട്. ഈ കപ്പർ സെല്ലുകളുടെ ജോലി വൈറസൊക്കെ കയറിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ച് ശരീരത്തിന് വേണ്ടാത്ത അണുജീവികൾ കയറിയാൽ അതിനെ വരുതിയിലാക്കുക. അപ്പോൾ ഒരാൾക്കൊരു വൈറസ് ബാധ ഉണ്ടായി, വൈറസ് പ്രയാസം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ്? വൈറസാണോ കുറ്റവാളി? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട രോഗപ്രതിരോധ കോശങ്ങളായ കപ്പർ സെല്ലുകൾ പരാജയപ്പെട്ടതാണോ? അവ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? വൈറസുകളെ ഒരു പ്രയാസമില്ലാതെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ഈ കപ്പർ സെല്ലുകൾ. ആ കപ്പർ സെല്ലുകൾ പരാജയപ്പെട്ടതിനെ നോക്കാതെ കാണാതെ വൈറസ് കയറി രോഗം ഉണ്ടാക്കി, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വാക്സിൻ കൂടിയ വിലയ്ക്ക് വാങ്ങി കുത്തുക എന്നൊക്കെ പറയുന്ന സമീപനത്തിലെ അപാകതകൾ. പക്ഷേ അതാണ് രാജ്യം അംഗീകരിച്ചിട്ടുള്ള ചികിത്സാരീതി, നിയമമനുസരിച്ചിട്ടുള്ള ചികിത്സാരീതി. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ജഡ്ജിമാരും വിളിച്ച് ചോദിക്കുന്നതും കേൾക്കുന്നതും എല്ലാം ആ ചികിത്സകരെയാണ്. ഈ കപ്പർ സെല്ല് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യകോശങ്ങൾ, ആരോഗ്യം എന്തുകൊണ്ട് നാശമായി, എന്തുകൊണ്ട് തകർന്നു, എന്തുകൊണ്ട് താളം തെറ്റി എന്നതിനെ നോക്കുന്നതിന് പകരം നോക്കേണ്ടിടത്ത് നോക്കാതെ, നോക്കിയിട്ടൊരു കാര്യവുമില്ലാത്തിടത്ത് നോക്കാൻ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ചതി കിടക്കുന്നത്. നമ്മുടെ പാഠപുസ്തകങ്ങൾ നമ്മളെ ചതിച്ചു, നമ്മൾ വിശ്വസിച്ച ഡോക്ടർമാർ നമ്മളെ ചതിച്ചു. ഒരുപക്ഷെ അവരും ചതിക്കപ്പെട്ടവർ തന്നെയാണ്. ഒരുപക്ഷെ ഡോക്ടർമാരും ട്രാപ്പിൽ കെണിയിപ്പെട്ടവരാണ്. 4 ലക്ഷം തുടങ്ങി 6 കോടി വരെ മുടക്കി യൗവനം മുഴുവൻ സമർപ്പിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ പഠിച്ചത് മുഴുവനും തലതിരിഞ്ഞതായിരുന്നു, തെറ്റായിരുന്നു എന്ന് തോന്നിയാൽ ഭ്രാന്ത് പിടിക്കില്ലേ മനുഷ്യന്? ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതുകൊണ്ട് പഠിച്ചതിലൂടെ മുന്നോട്ട് പോവുകയല്ലാതെ വേറെന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ഗതികേട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്നതിൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഗതികേട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിപ്പുറത്ത് ചാടി, ആ വലയം പൊട്ടിച്ച് പുറത്ത് ചാടി ശരിയായ വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി.